ഉക്രൈൻ തലസ്ഥാനത്തോട് കൂടുതലടുത്ത റഷ്യൻ സേനാവ്യൂഹം. റഷ്യൻ വൻപട കീവിന് 28 കിലോമീറ്റർ അകലെ എത്തി. പുലർച്ചെ 5 നഗരിൽ റഷ്യ വ്യോമാക്രമണം നടത്തി. വടക്ക് പടിഞ്ഞാറൻ നഗരമായ സെപ്റ്റംബറിൽ ആശുപത്രിയിൽ ക്രൂയിസ് മിസൈൽ പതിച്ചു. 2 പേർ മരിച്ചു. В этом доме есть человек, вот в этом доме. Аккуратно, тушите эту хуйню, что ты нахуй. Давай. Вот так, രണ്ട് റഷ്യൻ മാധ്യമങ്ങൾക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തി. സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ്സിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു. സ്വേച്ഛാധിപതികൾ വലിയ വിലകെടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. Ukrainians are fighting back with pure courage, but the next few days, weeks and months will be hard on them. Putin has unleashed violence and chaos, but while he may make gains on the battlefield, he'll pay a continuing high price over the long run. And a pound of Ukrainian people, proud people, pound for pound, ready to fight with every inch of energy they have. They've known 30 years of independence, have repeatedly shown that they will not tolerate anyone who tries to take their country backwards. To all Americans, I'll be honest with you, as I always promised I would be. A Russian dictator invading a foreign country has cost around the world. And I'm taking robust action to make sure the pain of our sanctions is targeted at the Russian economy and that we use every tool at our disposal to protect American businesses and consumers. Tonight, I can announce the United States has worked with 30 other countries to release 60 million barrels of oil from reserves around the world. America will lead that effort, releasing 30 million barrels of our own strategic petroleum reserve. രണ്ടാമത്തെ സമാധാന ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സജീവ് ശിവാരും അനു പരമേശ്വരും ചേരുന്നു. സജീവ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗോപി, ജോ ബൈഡൻ അല്പം മുമ്പാണ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ്സ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് സ്വേച്ഛാധിപതികൾ വലിയ തോതിലുള്ള വില കൊടുക്കേണ്ടി വരും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തികൾക്ക് എന്നാണ്. അതോടൊപ്പം റഷ്യക്കെതിരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. യുക്രൈനൊപ്പം തന്നെയാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. യുക്രൈന് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പ്രതിരോധത്തിലും അതുപോലെ ജീവസന്ധാരണത്തിന്, അതായത് ജീവൻ നിലനിർത്താനുമുള്ള കാര്യങ്ങൾക്കെല്ലാമുള്ള സഹായം അമേരിക്ക ലഭ്യമാക്കും എന്നും വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസൂത്രിതവും പ്രകോപനമില്ലാത്ത ഒരു ഘട്ടത്തിലുള്ള ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം റഷ്യൻ സൈനിക വ്യൂഹം യുക്രൈൻ തലസ്ഥാനമായ കീവിനോട് കൂടുതൽ അടുക്കുകയാണ്. 28 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ സൈനിക വ്യൂഹം നിൽക്കുന്നത്. വിവിധ തലങ്ങളിലായി ആക്രമണങ്ങൾ നടക്കുന്നുമുണ്ട്. വ്യോമാക്രമണങ്ങൾ 5 നഗരങ്ങളിൽ നിന്ന് മിസൈലുകൾ പതിച്ചു. ആശുപത്രിക്ക് മീതെയും സൈറ്റമീറിലെ ആശുപത്രിക്ക് മീതെ പതിച്ച മിസൈലിൽ നിന്ന് ക്രൂയിസ് മിസൈലാണ് പതിച്ചതെന്ന് യുക്രൈൻ വ്യക്തമാക്കുകയുണ്ടായി. അതിൽ 2 മരണം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ മരിച്ചിരിക്കാൻ ഇടയുണ്ട്. ആ തരത്തിലുള്ള ആക്രമണം ശക്തമാക്കുന്ന നടപടിയാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഗോപി, റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഉപരോധങ്ങളാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ
വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് റഷ്യയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ATMകളുടെ മുൻപിൽ വലിയ തോതിലുള്ള ക്യൂ രൂപപ്പെട്ടു എന്ന് വ്യക്തമാകുന്നു. റൂബിളിൻ്റെ മൂല്യം വീണ്ടും ഇടിയുന്ന സാഹചര്യമുണ്ട്. ഈ തരത്തിൽ റഷ്യയ്ക്ക് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യ നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. അതേസമയം നമ്മോടൊപ്പം അനൂപ് പരമേശ്വരൻ ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ റൂബിളിൻ്റെ വില ഇടിയുന്നു, ആളുകൾ വലിയ തോതിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യം, ATMകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യം വരുന്നു. അതേസമയം തന്നെയാണ് വലിയ തോതിലുള്ള സൈനിക അഡ്വാൻസ് ചെയ്യുന്നതും സൈനിക വ്യൂഹം മുന്നോട്ട് പോകുന്നതും. ഇതെങ്ങനെ ആണ് കാണുന്നത്? സജീവ്, ഇന്നത്തെ ജോ ബൈഡൻ്റെ ആ ഒരു പ്രസംഗത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സാണ്. ആദ്യത്തെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിനെ, നമ്മളുടെ നയപ്രഖ്യാപന പ്രസംഗം പോലെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്ന വർഷത്തിലൊരിക്കൽ നടക്കുന്ന, ഈ വർഷം മാർച്ച് 1-നായിരുന്നു, സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കുന്നത്. ഈ വർഷം മാർച്ച് 1-നാണ് അത് തീരുമാനിച്ചിരുന്നത്. ആ ഒരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ അല്പം മുൻപ് പൂർത്തിയായത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, പുട്ടിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. 2, നാറ്റോ സർവ്വസജ്ജമാണ് ഇത് നേരിടാൻ. നാറ്റോ പ്രിപ്പയർഡാണ്. നാറ്റോ ഇത് നേരിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമോ നാറ്റോയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല പ്രത്യക്ഷത്തിലെങ്കിലും. അതൊരു വലിയ ജോ ബൈഡൻ്റെ ആ ഒരു പ്രസംഗം വലിയൊരു സൂചനയാണ്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും സംഭവിക്കാത്തതുപോലെ യുക്രൈനിയൻ എന്ന രാജ്യത്തിൻ്റെ അംബാസിഡറെയാണ് പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് ജോ ബൈഡൻ അതിഥിയായി വിളിക്കുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും. അപ്പോൾ ഇത് ഒരു യുദ്ധപ്രഖ്യാപനം പോലെ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന, അതായത് നാറ്റോ ഇടപെടുന്നു എന്ന് ജോ ബൈഡൻ ലോകത്തോട് പറയുകയാണ് ഈ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇന്നലെയുമായി നടന്ന ചില നീക്കങ്ങളുണ്ട്. അതായത് റൊമേനിയയുടെ അതിർത്തിയിലേക്ക് ഫ്രാൻസിൻ്റെ ആണവായുധ അന്തർവാഹിനികൾ കടന്നു വരുന്നു. അതായത് ആണവായുധം ഉള്ള വിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികൾ റൊമേനിയയുടെ അതിർത്തിയിലെത്തുന്നു. ഇപ്പോൾ അതിന് ഫ്രാൻസ് പറയുന്ന ന്യായീകരണം, ഞങ്ങൾ കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നതാണ്, റൊമേനിയയുമായി ചേർന്ന് ഒരു സംയുക്ത അഭ്യാസ പ്രകടനം നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്, അതിനുവേണ്ടി എത്തുന്നതാണ് ഈ കപ്പൽ എന്നാണ് പറയുന്നതെങ്കിലും നമുക്കറിയാം ഈ റൊമേനിയയുടെ തൊട്ടപ്പുറത്താണ് ഈ യുദ്ധം നടക്കുന്ന യുക്രൈൻ ഉള്ളത്. അപ്പോൾ യുക്രൈൻ്റെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ റൊമേനിയയിലേക്ക് ഒരു ആണവായുധ അന്തർവാഹിനി നീക്കുന്നത് അതൊരു ഭീഷണിയാണ്. ഒരുപക്ഷെ ആണവായുധം ഉപയോഗിക്കാനൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിൻ്റെ വിഷ്വലുകൾ പുറത്തു വരുന്നു. അതായത് ഇത് പുറത്തു വിടുന്നത് അസോസിയേറ്റഡ് പ്രസ് തന്നെയാണ്. അപ്പോൾ ഈ വിഷ്വലുകൾ പുറത്തു വിടുന്ന ആ അന്തർവാഹിനി അവിടെ വന്ന് റൊമേനിയൻ തീരത്ത് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ പരിശീലന പറക്കലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പുട്ടിൻ നടത്തുന്ന നീക്കത്തിന് സമാനമായ ചില നീക്കങ്ങൾ ഞങ്ങളും നടത്തുന്നുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാറ്റോയും. ആ ഒരു സാഹചര്യത്തിൽ ഇത് യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് വിചാരിക്കണം ഇന്നത്തെ ജോ ബൈഡൻ്റെ വാക്കുകളിൽ നിന്നും. എന്തുകൊണ്ടാണ് ഇതുവരെ ജോ ബൈഡൻ അല്ലെങ്കിൽ അമേരിക്കയോ യൂറോപ്പോ ഇടപെടാത്തത് ഈ വിഷയത്തിൽ? കാരണം യുക്രൈൻ സർവനാശമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. ഇങ്ങനെ തന്നെ നീണ്ടുപോയി കഴിഞ്ഞാൽ യുക്രൈൻ എന്നുള്ള രാജ്യത്ത് കാര്യമായി ഒന്നും ബാക്കിയുണ്ടാവില്ല. കാരണം ഇന്നലെ തന്നെ ഹാർക്കിവിലെ ആ ഫ്രീഡം സ്ക്വയർ തകർത്ത് കളഞ്ഞത് നമുക്കൊക്കെ ആലോചിക്കാൻ പോലും കഴിയില്ല. 100 വർഷം പഴക്കമുള്ള ഒരു വലിയ കെട്ടിടം നേരെ ഒരു ബോംബിട്ട് തകർക്കുകയാണ്. നിസ്സാരമായി ഒരു ചെടിയുടെ തലപ്പ് കമ്പുകൊണ്ട് തല്ലിക്കളയുന്നത് പോലെ ചെയ്താണ് ഈ കൂട്ടം കടന്നു വരുന്നത്. അപ്പം യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മറ്റു നീതിയോ മനുഷ്യത്വമോ ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട എന്നൊരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് റഷ്യ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റഷ്യയ്ക്ക് ഇപ്പോൾ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളുണ്ട് പ്രധാനമായും. പുട്ടിന് ഒന്ന്, അമേരിക്ക ഒന്നുമല്ല എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുക. അതാണ് പുട്ടിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. 2, നാറ്റോയുടെയും അമേരിക്കയുടെയും ലോക പോലീസ് എന്നുള്ള ആ ഒരു ഇത് തകർക്കുക. ഇത് രണ്ടിനും വേണ്ടി പുട്ടിൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടിയാണ് ഇവർക്ക് വരുന്നത്. അത് ഈ നാറ്റോയും യൂറോപ്പും ഒരുപക്ഷെ കാത്തിരിക്കുന്നത് പുട്ടിൻ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരവസരം വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇത് സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജോ ബൈഡനൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് വിചാരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല സജീവ്. അതേസമയം ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി, അതായത് നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക ഇല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നാറ്റോയോ അമേരിക്കയോ അത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങില്ല എന്ന് വ്യക്തമാണോ? അങ്ങനെ ഒരു സൂചനയുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിന് ഈ പറഞ്ഞ പോലെ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൽ അമേരിക്ക ഇടപെടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന ഒരു വാചകം.
നാറ്റോ വാസ് പ്രിപ്പയർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്ത് പ്രിപ്പറേഷനാണ്? യുക്രൈൻ ജനതയെ ഈ റഷ്യയുടെ തെമ്മാടിക്കൂട്ടത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്ത് ആ രാജ്യത്തെ തകർത്ത് നാശമാക്കുക എന്നുള്ള പ്രിപ്പറേഷനാണോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? കാരണം ഇതിൽ ഈ യുദ്ധത്തിൽ ഇനിയിപ്പോൾ സന്ധി എന്നൊരു സാധ്യത നിലവിലില്ല. കാരണം ഒന്നില്ലെങ്കിൽ യുക്രൈൻ കീഴടങ്ങുക, അല്ലെങ്കിൽ യുക്രൈൻ കീഴടക്കാൻ വരുന്ന റഷ്യയെ തകർത്ത് കളയുക. ഇത് മാത്രമാണ് ലക്ഷ്യമുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം, അപ്പോൾ ഈ രണ്ട് മാർഗത്തിൽ ഒന്ന് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ അത് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ അത്രയേറെ നാശം കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കാൻ കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം റഷ്യ കുറേയേറെ നാശം വരുത്താൻ വേണ്ടിയിട്ടാണോ, അതെയോ ഇതിപ്പം അല്ലെങ്കിൽ റഷ്യ ആക്രമിച്ചു പോട്ടെ എന്ന നിലപാട് കൊണ്ടാണോ? അതാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ ഇനി അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും തെളിച്ചു പറയേണ്ടത്. അവർക്കും അറിയാം, ലോകത്തിന് മുഴുവൻ അറിയാൻ, കഴിഞ്ഞ 4 മാസം മുമ്പ് മുതൽ ഇങ്ങനെയൊരു അക്രമം ഉണ്ടാകുമെന്ന്. ഇപ്പോൾ നമ്മുടെ ഒപ്പം KP അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. KP അഭിലാഷ് കേൾക്കാമോ? പറഞ്ഞുകൊള്ളൂ. അഭിലാഷ്, ഇന്ത്യയുടെ ഇന്നത്തെ നീക്കം എങ്ങനെയായിരിക്കും? വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ? ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ഇന്ത്യ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായി മുന്നോട്ട് പോകുന്നത്? കീവിൽ നിന്ന് ഇന്ത്യക്കാരൊക്കെ ബഹുഭൂരിപക്ഷവും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ നമുക്ക് വിദേശകാര്യ മന്ത്രാലയവും നമുക്ക് നൽകുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് ഇന്നത്തെ നീക്കങ്ങൾ? അനൂപ്, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല വ്യക്തമാക്കിയിട്ടുള്ളത് മോസ്കോയിലെ സ്ഥാനപതി സംഘം ഇന്ന് യുക്രൈന്റെ അതിർത്തിയിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. അത് പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യക്കാരെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണം. അതുണ്ടാക്കിയ വേദനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി പ്രധാനമന്ത്രി വീണ്ടും ഉന്നതതല യോഗം വിളിച്ചത്. ഇതിനുശേഷമായിരുന്നു വാർത്താ സമ്മേളനം. രാത്രി 8 മണിക്ക് വാർത്താ സമ്മേളനം അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഏറെ വൈകിയാണ് വാർത്താ സമ്മേളനം ഇന്നലെ നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു ഹർഷവർദ്ധൻ ശൃംഗ്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇന്ത്യ ശക്തമായി തന്നെ റഷ്യൻ സ്ഥാനപതിയെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. അതായത് ഇനിയും ഇന്ത്യക്കാരുടെ ജീവൻ ബലിയർപ്പിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരായ ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള അവസരം നൽകണം എന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു എന്നാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഖാർക്കീവിലും സുമി മേഖലകളിലും ഇപ്പോൾ ബങ്കറുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഈ എംബസി ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും ഇപ്പോൾ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കേൾക്കാമോ അഭിലാഷ്? അങ്ങനെയാണെങ്കിൽ റഷ്യയിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റഷ്യയുടെ സമീപ പ്രദേശങ്ങളാണ് ഈ സുമിയും ഹാർക്കിവും അടക്കമുള്ള മേഖല, വടക്ക് കിഴക്കൻ മേഖല. ഇവിടെ നിന്നുള്ള ആളുകളെ റഷ്യയിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അങ്ങനെയാണെങ്കിൽ ആ വഴി കൊണ്ടുവരാനാണോ ഇന്ത്യ ശ്രമിക്കുന്നത്? തീർച്ചയായും നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ പടിഞ്ഞാറൻ അതിർത്തിയെ നമ്മൾ രക്ഷാപ്രവർത്തനം ഏറ്റവും ഊർജിതമാക്കി നടത്തുന്ന ഹംഗറി, പോളണ്ട്, സ്ലൊവാക്യ, റൊമാനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഹാർക്കീവിൽ നിന്നോ സുമി മേഖലയിൽ നിന്നോ ഒന്നും ആളുകളെ എത്തിക്കുക എന്നത് സുരക്ഷിതമല്ല. കാരണം മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ് ഈ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വേണ്ടിവരുന്നത്. എന്നാൽ റഷ്യൻ അതിർത്തിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ റഷ്യ അവിടെ അതിർത്തികൾ അടച്ചിട്ടുകൊണ്ടാണ് യുദ്ധസന്നാഹം നടത്തുന്നത് എന്നറിയാം. മറ്റൊരു പൗരന്മാർക്കും അവിടേക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയോട് ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുന്നത് റഷ്യ വഴിയുള്ള ഒരു ഒഴിപ്പിക്കൽ ദൗത്യത്തിന് അവസരം നൽകണമെന്ന്. പക്ഷെ റഷ്യ അതിനോട് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ അതുപോലെ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ റഷ്യയുടെ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അവരുടെ മണ്ണിൽ, റഷ്യയുടെ മണ്ണിൽ ഒരു വിമാനം കൊണ്ടിറക്കുമ്പോൾ നമ്മളോട് കൂടി ആ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുമോ എന്ന ഒരു ആശങ്ക ഒരു വശത്ത്. അതോടൊപ്പം റഷ്യക്ക് റഷ്യയിലേക്ക് പോകാനും വരാനുമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലുള്ള സംശയം, ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നില്ലേ?
തീർച്ചയായും ആ ആശങ്ക കൂടി ഇന്നലെ പങ്കുവെക്കുകയുണ്ടായി. മാത്രവുമല്ല ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത് യുക്രൈന്റെ പ്രതിരോധം ഏത് നിലയിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ യുക്രൈൻ കീഴടക്കപ്പെടുന്ന പ്രദേശങ്ങൾ അങ്ങനെ കീഴടങ്ങാൻ ഒരുക്കമല്ലാത്ത നിലയിൽ നിൽക്കുന്നു. ഒരുപക്ഷെ നാറ്റോ ഉൾപ്പെടെയുള്ള കൂടുതൽ സഹകരണം യുക്രൈന് ലഭിക്കുകയാണെങ്കിൽ ഈ അതിർത്തി പ്രദേശങ്ങളും, അതായത് റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലടക്കം കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അത് വീണ്ടും ഈ സംഘർഷ സാധ്യതകൾ വരും ദിവസങ്ങളിലും നിലനിൽക്കുവാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. വ്യോമപാതകളിൽ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുകൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നുമുണ്ട്. അപ്പോഴും ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നതിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. 20,000 ഇന്ത്യക്കാരാണ് ഉള്ളത്. അതിൽ 12,000 ആളുകളെ തിരികെ എത്തിച്ചിട്ടുണ്ട്. 8,000 ഇന്ത്യക്കാരാണ് ഇപ്പോൾ യുക്രൈനിൽ ശേഷിക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ 4,000-ഓളം ഇന്ത്യക്കാർ സുരക്ഷിത മേഖലകളിൽ ആണ് എന്നാണ് വ്യക്തമാക്കുന്നത്. 4,000-ഓളം ഇന്ത്യക്കാരാണ് ഇപ്പോൾ ദുർഘടമായ പ്രദേശങ്ങളിൽ ഏത് സമയവും ആക്രമണം ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായി പലായനം ചെയ്യപ്പെടാൻ പറ്റാത്ത മേഖലയിൽ ഉള്ളത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4,000-ഓളം വരുന്ന ആളുകൾ പ്രധാനമായും ഹർക്കീവ്, സുമി പോലുള്ള പ്രദേശങ്ങളും അതിനു ചുറ്റും ഉള്ള മേഖലകളിലുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അവരുടെ നമ്മുടെ മന്ത്രിമാർ അവിടെ എത്തിയല്ലോ. ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ അവിടെ എത്തുകയും അവര് അത് ഏകോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം രക്ഷാ ദൗത്യം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എന്താണ്? നിലവിൽ പോളണ്ടിൽ നിന്ന് 2 വിമാനങ്ങൾ ആണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ആദ്യമായാണ് പോളണ്ടിൽ നിന്നുള്ള വിമാനം എത്തുന്നത്. റൊമേനിയ, ഹംഗറി രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിമാനങ്ങൾ പുറപ്പെട്ടത്. ഇന്ന് പോളണ്ടിൽ നിന്ന് 2 വിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി VK സിംഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി അവർക്ക് കഴിയുന്നത്ര ആത്മവിശ്വാസം നൽകിക്കൊണ്ട് തന്നെയാണ് വിമാനത്തിലേക്ക് ഇവരെ യാത്രയാക്കിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അപ്പോഴും ആവർത്തിച്ചത് സുഹൃത്തുക്കളോട് പറയണം, ഞങ്ങൾ രാജ്യം ഒപ്പമുണ്ട്, അവരെ കഴിയുന്നത്ര പെട്ടെന്ന് വേഗത്തിൽ തിരികെ എത്തിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എത്തിയാലും അവരുമായി ആശയവിനിമയം നിങ്ങൾ തുടരണം എന്ന തരത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റ് മന്ത്രിമാരും ഇപ്പോൾ ചുമതലകൾ നൽകിയിട്ടുള്ള രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. റൊമേനിയയിലേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് എത്തിയിട്ടുള്ളത്. ഹംഗറിയിൽ ഹർദീപ് സിംഗ് പുരിക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. കിരൺ റിജിജു ആണ് സ്ലൊവാക്യയിൽ എത്തിയിട്ടുള്ളത്. ഈ സ്ലൊവാക്യയിൽ നിന്ന് അടക്കം വിമാന സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 26 വിമാനങ്ങൾ ആണ് ഈ വരും 3 ദിവസങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുള്ള രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുന്ന C-17 വിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ അടക്കം കരുതിയിട്ടുണ്ട്. കുടിവെള്ളം, ഭക്ഷണ സാധനങ്ങളെല്ലാം കരുതിക്കൊണ്ടാണ് ഈ വിമാനം ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ സജീവ ഈ ആളുകൾ, അതായത് പോളണ്ടിന്റെയും റുമേനിയയിലെയും ഒക്കെ അതിർത്തി കടന്ന ആളുകൾ ഈ രക്ഷാ ക്യാമ്പിൽ തുടരുമ്പോൾ പോലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഒരേ ക്യാമ്പിലേക്ക് എത്തിയാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും ഇതൊരു യുദ്ധമുഖമാണ്. ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വലിയ പലായനം, യുക്രൈൻ ജനത തന്നെ പലായനം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിലും അധിക ദിവസം തുടരുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ള ആളുകളെ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് എത്തിക്കുക, അത് വളരെ പെട്ടെന്ന് എത്തിക്കുക. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിസന്ധി തുടരുന്ന അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ ഉള്ള ആളുകളെ എങ്ങനെ തിരികെ എത്തിക്കാം എന്നത് സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ചർച്ചകളും കൂടിയാലോചനകളും നീക്കങ്ങളും നടക്കുന്നത്. ഇന്നലെ എംബസി ഉദ്യോഗസ്ഥർ തുറന്നു പറഞ്ഞ ഒരു കാര്യം, ഇത് യുദ്ധമാണ്, ഒരു ദുരന്തമല്ല. പ്രകൃതി ദുരന്തമാണ് എങ്കിൽ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എയർലിഫ്റ്റിംഗ് പോലെയുള്ള സാധ്യതകൾ നമുക്ക് ഈ പ്രദേശങ്ങളിൽ തേടാമായിരുന്നു. പക്ഷേ നിലവിൽ സജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യോമപാതകൾ അടച്ചിട്ടുള്ള, എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടക്കാവുന്ന ഒരു പ്രദേശത്ത് നിന്ന് ആളുകൾ ഒഴിപ്പിക്കുമ്പോൾ അത് അങ്ങേയറ്റം റിസ്ക് ആണ് എന്ന് തന്നെയാണ് എംബസി അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിലും ഇന്ത്യക്കാരന്റെ ജീവൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ഇന്ത്യക്കാരനായ ഒരാൾ മരിച്ചു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ അതിർത്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒരു എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിനിടെ ആ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമവും കൂടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് വേണം കരുതാൻ, അല്ലേ?
ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും ഇന്ത്യ എന്ന് തന്നെയാണ്. നിലവിൽ മൃതദേഹം ഖർക്കീവിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിരുന്നു. അവരുടെ സുഹൃത്തുക്കളടക്കം 2 പേർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുന്ന നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മൃതദേഹം തിരികെ എത്തിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആണ് നടത്തേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖാർക്കീവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മൃതദേഹം ഏതെങ്കിലും അയൽ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യത്തെ ദൗത്യം. അതിനുശേഷം മാത്രമാണ് വിമാനത്തിൽ മൃതദേഹവും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയും മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ഖാർക്കീവ് മേഖല എന്നത് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ബഹുദൂരം ഉണ്ട്. ദീർഘദൂരം യാത്ര ചെയ്താൽ മാത്രമേ ഈ അയൽ രാജ്യങ്ങൾ നമുക്ക് രക്ഷാദൗത്യത്തിന് ഇപ്പോൾ പ്രാപ്തമാകുന്ന രാജ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും സാധ്യമാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. മൃതദേഹം എത്തിക്കുകയാണെങ്കിൽ ശരിയാണ്, അത്തരത്തിൽ മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് സാമ്പത്തികമായ ചില ഞെരുക്കം റഷ്യയിൽ അനുഭവപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. അനൂപ് പരമേശ്വരൻ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ATM മുമ്പിലൊക്കെ ഒരുപാട് വലിയ ക്യൂ കാണപ്പെടുന്നു. അതുപോലെ റൂബിളിന്റെ വില ഇടിഞ്ഞിരിക്കുന്നു, മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കുറെ കൂടി വിട്ടുവീഴ്ചയിലേക്ക് വരാൻ സമ്മർദ്ദം ചെലുത്തുമോ? നമുക്ക് ഈ ഘട്ടത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെന്ന് പറയാൻ കഴിയൂ സജീവ്. കാരണം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഒറ്റപ്പെടുത്തുമെന്നും ഇതുപോലെ ഉപരോധങ്ങൾ വരുമെന്നും ഒക്കെ സ്വാഭാവികമായും കണക്ക് കൂട്ടി തന്നെയാണ് ഇറങ്ങുക. പുട്ടിനെ പോലെ പല യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള, ഇപ്പോൾ ചെച്നിയൻ യുദ്ധമാണെങ്കിലും പിന്നീട് ക്രിമിയ കീഴടക്കിയ യുദ്ധമാണെങ്കിലും അപ്പം യുദ്ധം നടത്തി തന്നെ പരിചയമുള്ള ഒരു നേതാവാണ് പുട്ടിൻ. അപ്പം ഇത് ഏതൊക്കെ രീതിയിൽ ഉപരോധങ്ങൾ വരുമെന്ന് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഉപരോധങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള വഴികളും അറിയാം. ഇതിപ്പോൾ സാമ്പത്തികമായ ഈ പ്രശ്നങ്ങളല്ല തൽക്കാലം നമ്മളുടെ മുന്നിലുള്ളതും റഷ്യയുടെ മുന്നിലുള്ളതും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയാണ് ഖാർക്കിവ്. ഈ ഖാർക്കിവിൽ ആണ് ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. ഇവിടെ നിന്ന് റഷ്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല ഒഴിപ്പിക്കാനായി. അപ്പം റഷ്യ അനുവദിക്കാം. പിന്നീട് ഖാർക്കിവിനോട് ചേർന്നിട്ടുള്ള 2 സ്ഥലങ്ങൾ ലുഹാൻസ്കും ഡോൺഡസ്കുമാണ്. ഈ ലുഹാൻസ്കിലും ഡോൺഡസ്കിലും റഷ്യൻ അനുകൂല ഭരണമാണ് കഴിഞ്ഞ 8 വർഷമായി, 2014 മുതൽ. ഈ വഴിക്കും ഒഴിപ്പിക്കാൻ കഴിയുകയില്ല. ഖാർക്കിവിൽ നിന്ന് ദിനിപ്രോ വഴി ഇവിടെ ഒന്നുകിൽ റൊമാനിയയിലെത്തണം, അല്ലെങ്കിൽ ഹംഗറി, അല്ലെങ്കിൽ സ്ലോവാക്യ, ഇവിടെയാണ് പിന്നെ പോളണ്ട്. ഇവിടെയാണ് ഇന്ത്യൻ മന്ത്രിമാരുള്ളത്. ഈ പോകുന്ന വഴി മുഴുവൻ സംഘർഷഭരിതമാണ്. ഒഡേസയിലൊക്കെ ആദ്യ ദിവസം മുതൽ, കാരണം റഷ്യ ഏറ്റവും അഭിമാനത്തോടെ കാണുന്ന ഒരു പ്രദേശമാണ് ഒഡേസ. ആദ്യം കീഴടക്കാൻ ആഗ്രഹിച്ചതാണ്. അവിടെയൊക്കെ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതായത് കരിങ്കടലിൽ നിന്ന് മിസൈലുകളൊക്കെ അയക്കുകയാണ് കപ്പലിൽ നിന്ന്, അത് അവിടെ നടക്കുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് അഭിലാഷ് പറഞ്ഞതുപോലെ റഷ്യയിൽ കൊണ്ടുവന്ന് റഷ്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. അതിന് ഇന്ത്യ ഇതുവരെ പ്രമേയങ്ങളിലൊക്കെ വിട്ടുനിന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി റഷ്യ അനുകൂലമായി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ റഷ്യ അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാൻ കഴിയില്ല. കാരണം റഷ്യയ്ക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രമായി ഒരു വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. കാരണം ഇതൊരു യുദ്ധത്തിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഖാർക്കിവിൽ നിന്നുള്ള ഇവരെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഒരു നമ്മൾ സാധാരണഗതിയിൽ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുന്നത് പോൽ ചെയ്യാവുന്ന കാര്യം പോലെ അല്ല. അവിടെ ഒരു യുദ്ധസമാനമായ ഒരുക്കങ്ങളും യുദ്ധസമാനമായ നീക്കങ്ങളും വേണ്ടിവരും. അതിനു കൂടിയാണ് എയർഫോഴ്സിൻ്റെ സംഘം അവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഖാർക്കിവിൽ നിന്ന് സുമിയിൽ നിന്നുമുള്ള ആളുകൾ, ഇത് രണ്ടും റഷ്യ വളഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്, റഷ്യയുടെ കേന്ദ്രമാണ്. ഇവിടെ നിന്നുള്ള ഈ മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നവും. ഇവിടെയും ഈ ഖാർക്കിവിലും ഇപ്പോൾ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഉണ്ട് ഖാർക്കിവിലും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. കീവിൽ നിന്ന് ഉള്ള ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി. ചിലർക്കൊക്കെ പോളണ്ടിൽ എത്താൻ കഴിഞ്ഞു, ചിലർ സ്ലോവാക്യയിലുണ്ട്, ചിലർ റൊമേനിയൻ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ ഇന്നോ നാളെയോ ആയി കൊണ്ടുവരാൻ കഴിയും. കീവിൽ നിന്നുള്ളവരൊക്കെ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 8,000-ൽ 4,000 പേരുടെ പ്രശ്നം ആണ് നമ്മൾക്ക് വലിയതായിട്ട് ഉള്ളത്. കാരണം ഈ മേഖലയിൽ അത്രയും 4,000-ഓളം പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇനിയും
പുരോഗമിക്കേണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ആശങ്ക നിൽക്കുമ്പോൾ തന്നെ ചില പ്രതീക്ഷകൾ കൂടി നമുക്കുണ്ട്. റഷ്യയിലേക്ക് കടത്തിക്കൊണ്ട് നമ്മുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിലുള്ള നയതന്ത്ര വിജയമായി ഒരു പക്ഷേ കണക്കാക്കപ്പെടും. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ 4 മന്ത്രിമാർ 4 രാജ്യങ്ങളിലായി നിൽക്കുന്നുമുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കാനായി. ഗോപി, ശരി. ഉക്രൈനിൽ നിന്ന് 11 വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രിയും 12:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. കണ്ണൂർ സ്വദേശികളായ 3 പേരും കോഴിക്കോട് സ്വദേശികളായ 4 പേരും മലപ്പുറം, വയനാട്, കാസർഗോഡ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ ഗോവ വഴിയാണ് ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂരിലെത്തിയത്. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും എത്തിയിരുന്നു. ഓരോ നിമിഷവും ആശങ്കയോടെയാണ് കഴിഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. ഖർക്കീവിൽ സൈന്യം തകർത്തത് റഷ്യൻ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്മാരകം. 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കെട്ടിടം ഏറെക്കാലം KGB സ്ഥാപകന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഉക്രൈനിലെ ഏറ്റവും വലിയ ലെനിൻ പ്രതിമകളിലൊന്ന് നിലനിന്നതും ഇവിടെയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ചരിത്രബോധവും മനുഷ്യത്വവുമില്ലാത്ത അക്രമി സംഘമാണ് കടന്നുവരുന്നത് എന്നതിന്റെ തെളിവ്. ഇപ്പോഴിത് ഖാർക്കിവിലെ ഭരണസിരാ കേന്ദ്രമായിരുന്നുവെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് സെർഷിൻസ്കി മൈതാൻ എന്നാണ്. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതോടെ യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ആശങ്കയിലാണ്. ഉക്രൈൻ നഗരമായ സുമിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ്. ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഞങ്ങള് ഉക്രൈന്റെ ഈസ്റ്റേൺ സൈഡിലുള്ള സിറ്റിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ഷെല്ലിങ്ങും അറ്റാക്കും ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു റീജിയനിലാണ്. റഷ്യയുടെ ബോർഡറിന്റെ 40-50 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് അറ്റാക്കും ഉണ്ടാവുന്നുള്ള സ്ഥിതിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ രാത്രികളിൽ അറ്റാക്ക് കൂടുമ്പോൾ ഞങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹോസ്റ്റൽ ബങ്കേഴ്സിലേക്കാണ്. മറ്റുള്ള സിറ്റിയിലെ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ഹോസ്റ്റൽ ബങ്കേഴ്സ് എന്ന് പറയുമ്പോൾ. ഞങ്ങൾ ഇവിടുത്തെ ബങ്കറിന് പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലോറിംഗ് ഇല്ല, വെന്റിലേഷൻ ഇല്ല, ലൈറ്റിംഗ് ഇല്ല, ഒരു ഫെസിലിറ്റീസും ഇല്ല. ഓൾമോസ്റ്റ് 400+ സ്റ്റുഡൻസ് ഒരു റൂമിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ സപ്പോർട്ടഡ് ആണ്. ഞങ്ങളുടെ ഹെൽത്ത് എല്ലാം വളരെ ഡിറ്റോറിയേറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ആ ബങ്കറിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് പറ്റത്തേ ഇല്ല. ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കോൺട്രാക്ടർ ആണെങ്കിലും ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് കോൺട്രാക്ടർക്കും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫുഡിങ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അത് മാക്സിമം ഒരു 2 days വരെ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങളിപ്പോ തന്നെ ഇന്നലെയൊക്കെ കടയിൽ പോയപ്പോ എന്താ പറയുക, കടയിൽ സ്റ്റോക്ക് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുക. ആൻഡ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല സൗണ്ടുകളും പല ഷെല്ലിംഗ് ഒക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള അവസ്ഥയാണ്. ഒരു കാരണം വെച്ചാലും പുറത്തിറങ്ങാൻ എന്തായാലും പറ്റില്ല. കാരണം ഇന്നലെയോട് കൂടി സുമിയിലേക്കുള്ള മിലിറ്ററി മൂവ്മെന്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നൈറ്റും ഈവനിങ്ങും എല്ലാം നല്ല രീതിയിൽ ബോംബിങ്ങും ഷെല്ലിങ്ങും ആയിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ കൂടെ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു ടേൺ വൈസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ടീഷൻ എന്ന് വെച്ചാൽ വളരെ മോശമാണ് ഇപ്പൊ ഇവിടെ. ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒരു നേരം ഭക്ഷണം അല്ലെങ്കിൽ ചില കുട്ടികളുടെ ഭക്ഷണം പോലും ഈ സിറ്റുവേഷനിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. ഇതിന്റെ ഇടയിൽ എംബസി ആദ്യം തന്നെ വിളിച്ചപ്പോ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് എംബസി അയച്ചത് ഒരു ടെമ്പററി സിറ്റുവേഷനിലേക്ക് മാത്രം തിരിച്ചു വരണം. അത് എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല. ടെമ്പററി ആയിട്ട് അവിടെ നിൽക്കാൻ ആവശ്യമില്ലാത്ത കുട്ടികൾ മാത്രം തിരിച്ചു വരണം എന്നാണ് എംബസിയുടെ ഫസ്റ്റ് അഡ്വൈസറി ഉണ്ടായിരുന്നത്. ഞങ്ങൾ എംബസിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും വിളിച്ച് ചോദിച്ചതാണ് ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് റീഅഷുറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നവുമില്ല. പേരന്റ്സിന്റെയും ഇന്ത്യയിൽ നിന്നുള്ള പ്രഷർ കാരണം മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ നിൽക്കാൻ തയ്യാറുള്ളവർ ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് എംബസിയും യൂണിവേഴ്സിറ്റിയും ഞങ്ങൾക്ക് റീഅഷുർ ചെയ്തിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വിദേശത്ത് പഠിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു നാഷണൽ എക്സാം ഉണ്ട്, ക്രോക്ക്. അപ്പൊ ഞങ്ങളത് എഴുതിയില്ല എങ്കിലും ഞങ്ങൾ ഒരു സെൻഡ് ബാക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞു 3rd year സ്റ്റുഡൻസ് എന്തായാലും ഇവിടെ തന്നെ നിൽക്കുക, കാരണം ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് റീഅഷുറൻസ് ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചത്. അറ്റാക്ക് ഉണ്ടാകുന്നതിന് തലേ ദിവസം വരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ക്ലാസ്സസ് അല്ല ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള പല ക്ലിനിക്കിലും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലും പോയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ലീവ് എടുക്കുകയോ അറ്റൻഡൻസ് ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതിന്റെ ഇടയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് 16-18 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 ദിവസത്തെ ക്ലാസ് ആണ് മിസ്സാവുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിലും എംബസിയിലും പല തവണ വിളിച്ച് ചോദിച്ചിരുന്നു ഞങ്ങൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ. അപ്പോഴും അവർ പറയുന്ന ഉത്തരം, നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് അഡ്വൈസബിൾ ആണ്, നെസസറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിനിടയ്ക്ക് ഇവിടെ നിൽക്കാൻ മാത്രമേ എല്ലാവരും തീരുമാനിക്കുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കമ്പൽസറി ആയിട്ടൊരു ഇതുണ്ടാവണം, എല്ലാ സ്റ്റുഡൻസും കമ്പൽസറി ആയിട്ട് രാജ്യം വിടണമെന്ന് തന്നെ പറയണമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടെമ്പററി എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് കാരണമാണ് ഞങ്ങൾ അവരെ വിളിച്ചും ചോദിച്ചിരുന്നത്. അപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ഇനി എത്ര നാള് ഇവിടെ കുടുങ്ങി കിടക്കേണ്ടി വരുമെന്നോ, ഇനി എന്തൊരു ആക്ഷൻ ഉണ്ടാവുന്നോ. ഇന്നലെ വരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൺട്രി, ഞങ്ങളുടെ എംബസി ഞങ്ങളെ തിരിച്ചെത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മെഷർ എടുക്കും. വെസ്റ്റേൺ സൈഡിലെ കുട്ടികളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്, അവരെ സക്സസ്ഫുള്ളി നാട്ടിൽ എത്തിക്കുന്നതുമായ പല പല വീഡിയോസ് നമ്മൾ കാണുന്നു. അവരുടെ എഫേർട്ടിനെ എല്ലാം ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈസ്റ്റേൺ സൈഡിലെ കുട്ടികളുടെ ഭാഗത്തേക്ക് എന്താണ് ഒരു ഡിസിഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആരും ഒരു മറുപടി തന്നിട്ടില്ല. ഇന്ന് രാവിലത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു വിശ്വാസമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നും രാത്രി പേടിച്ച് കഴിയുകയാണ്. എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രഷറും തരാതിരിക്കാൻ കൂടി ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത്രേ പറയാനുള്ളൂ. താങ്ക്സ്. നേതാക്കൾക്ക് ചുറ്റും ആളെ കൂട്ടാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വിഭാഗീയത പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഏരിയ സമ്മേളന കാലയളവിൽ ഇത് രൂക്ഷമായിരുന്നു. വിഭാഗീയത രൂക്ഷമായ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പാർട്ടി കമ്മീഷനെ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തുടർ പരിശോധന ഉണ്ടാകുമെന്നും സമ്മേളനം വ്യക്തമാക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. നാളെ വികസന രേഖ ചർച്ച ചെയ്യും. സനോജാണ് ചേരുന്നത്. സനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുക. ഇതിനു മുന്നോടിയായിട്ടുള്ള ഗ്രൂപ്പ് ചർച്ച ഇന്നലെ വിവിധ ഡെലിഗേഷന്റെ നേതൃത്വത്തിൽ അവരവർ താമസിക്കുന്ന ഇടങ്ങളിലാണ് രാത്രി ഗ്രൂപ്പ് ചർച്ചയ്ക്ക് അവസരമൊരുക്കിയത്. ഈ ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇന്ന് പൊതുചർച്ചയിൽ പങ്കെടുക്കുക. ഈ പൊതുചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ പ്രവർത്തന റിപ്പോർട്ടിൻ്റെയും പ്രത്യേകിച്ച് CPM സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പാർട്ടി നയരേഖയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ചിട്ടുള്ളത്, സംസ്ഥാന തലത്തിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രാദേശിക തലത്തിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് വിഭാഗീയത അതിരൂക്ഷമായിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും വിവിധ ഏരിയ സമ്മേളനങ്ങളിൽ ഇത്തരത്തിൽ വിഭാഗീയത നിഴലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. ഇത് പാർട്ടി ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല. ചില ഏരിയയ്ക്കു കീഴിൽ ചില നേതാക്കന്മാർ തങ്ങൾക്ക് ചുറ്റും കേഡർമാരെ അണിനിരത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ഇത് വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു അനഭിലഷണീയമായ കാര്യങ്ങളും പാർട്ടി വെച്ചു പുലർത്തുകയില്ല എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സമ്മേളനത്തിന് ശേഷം ഈ കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേക കമ്മീഷനെ വെച്ചുകൊണ്ട് വിഭാഗീയത തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പോലും കോടിയേരി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് വർഗീയ സംഘടനകൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. അവർ പ്രത്യേകിച്ച് ആയുധ പരിശീലനത്തിന് കോപ്പുകൂട്ടുകയാണ്. അത് RSSും SDPIയും പോലെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും സമാന സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കി. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയെ സംബന്ധിച്ചും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിനെ സംബന്ധിച്ചുമാണ് ഇന്ന് പൊതുചർച്ച ഉണ്ടാവുക. ഗോപി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ തിരുത്തൽ വേണമെന്ന് പിണറായി വിജയൻ. ചിലതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു. ഇനിയും അത് തുടർന്നാൽ പല മേഖലകളെയും ബാധിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നയരേഖ അവതരിപ്പിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. VV അരുണാണ് ചേരുന്നത്. അരുൺ, സമീപകാല വിവാദങ്ങളിൽ അതിന്റെ തുടർച്ചയെന്നോണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലൊന്ന്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? CPMന്റെ ഇപ്പോഴത്തെ നയവും പരിപാടിയും മാറുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ അത് സമാനമായ ഒരു നയരേഖയാണ് ഇന്നലെ പിണറായി വിജയൻ
സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അതിന് പ്രധാന കാരണം സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് CPM പോവുകയാണ്. സംസ്ഥാനത്തിന്റെ വികസനം, സമഗ്ര വികസനം മുന്നിൽ കണ്ടുള്ള 25 വർഷത്തെ മുന്നിൽ കണ്ടുള്ള നയരേഖയാണ് പിണറായി അവതരിപ്പിച്ചത്. അതിലാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ കുറിച്ചും 2 മണിക്കൂർ എടുത്താണ് പിണറായി വിജയന്റെ നയരേഖ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതികൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ട്രേഡ് യൂണിയനുകൾ തിരുത്തണം, അതാണ് പിണറായിയുടെ പ്രധാന ആവശ്യം. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ തിരുത്തൽ വേണം, അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കുറെ നാളുകളായി നമ്മൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു, ചിലതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു. അത് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം CPM-നെതിരെ പല കാര്യങ്ങളായി ഉയർന്നു വരുന്നു. നോക്കുകൂലി അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുമ്പോഴും പലയിടത്തും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കടകൾ പൂട്ടിക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നു. കണ്ണൂരിൽ മാമംഗലത്തടക്കം അത്തരം സമീപ വലിയ വിവാദമായ വിഷയങ്ങളുണ്ട്. അതെല്ലാം പേരെടുത്ത് പരാമർശിക്കാതെ പരോക്ഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സമ്മേളനത്തിൽ വന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഇതേ രീതി തുടർന്നാൽ അത് പല മേഖലയെയും ബാധിക്കുമെന്ന് പിണറായി പറയുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു കേരളം, ആ രീതിയിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമഗ്ര മാറ്റമാണ് CPM ലക്ഷ്യമിടുന്നത്. സർക്കാരിനെ അത്തരം കാര്യങ്ങളാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തന രീതി മാറ്റണം, തിരുത്തൽ വേണമെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. CITUവിന്റെ പ്രവർത്തന റിപ്പോർട്ടിലും പൊതുവിൽ അതൃപ്തിയുണ്ട്. CITU മാറാൻ കൂട്ടാക്കുന്നില്ല. DYFI പോലുള്ള സംഘടനകൾ പ്രവർത്തന രംഗത്ത് മെച്ചപ്പെട്ടു. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി പുതിയ രീതിയിലേക്ക് പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ പൊതുച്ചോറ് പോലുള്ള പദ്ധതികൾ, അത്തരത്തിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ DYFI പോലുള്ള സംഘടനകൾ കാട്ടിയിട്ടുണ്ട്. പക്ഷേ അത്തരം മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം CITUവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റിപ്പോർട്ടിലും കുറ്റപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയും ഇത്തരമൊരു വിമർശനവും നിർദ്ദേശവും മുന്നോട്ട് വച്ചത്. നയരേഖയിൽ അത് തന്നെയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ നോക്കുകൂലി അടക്കം ഈ പൂട്ടൽ വിഷയങ്ങളിൽ പാർട്ടി തിരുത്തൽ പറയുമ്പോഴും ഇത് ഇവര് കേൾക്കുന്നില്ലല്ലോ, ഇനിയെങ്കിലും കേൾക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അത് കേൾക്കാതെ മാറാതെ മുന്നോട്ട് പോകാനാകില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. CITU വലിയ പ്രബലമായ സംഘടനയാണ് സംസ്ഥാനത്ത്. CPM-ന്റെ ശക്തി സ്രോതസ്സുകൾ ഒന്നുകൂടിയാണ് CITU സംഘടന. അത് പ്രവർത്തകരെ അണിനിരത്താനാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായി പാർട്ടിക്ക് നൽകുന്ന പിന്തുണ, എല്ലാ കാര്യങ്ങളിലും CITUവിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുള്ള സംഘടന കാലത്തിനനുസരിച്ച് മാറണം, അതാണ് പിണറായി മുന്നോട്ട് വച്ച നിർദ്ദേശം. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസന നയരേഖ എന്ന് പറയുന്നത് CPM-ന്റെ മൊത്തത്തിലുള്ളൊരു മാറ്റത്തിന്റെ സൂചനയാണ്. സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ സംഘടനാ വിഷയങ്ങളാകും പ്രധാന ചർച്ച. 4 ദിവസം ചേരുന്ന സമ്മേളനത്തിന്റെ സിംഹഭാഗവും സംഘടനാപരമായ വിഷയങ്ങൾക്ക്, തിരുത്തലുകൾക്ക്, പുതിയ നിർദ്ദേശങ്ങൾക്കൊക്കെ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു ദിവസം, ഇന്നലെ ആദ്യ ദിവസത്തിൽ 2 മണിക്കൂർ എടുത്താണ് മുഖ്യമന്ത്രി വിശദമായി നയരേഖ അവതരിപ്പിച്ചത്. പ്രതികളോട് പറയാനുള്ള കാര്യങ്ങൾ, ഏത് രീതിയിലേക്കാണ് പാർട്ടി മാറേണ്ടത്, സർക്കാരിന്റെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലാകണം, അത് അവതരിപ്പിച്ചത്. നാളത്തെ ഒരു ദിവസം, നാളെ വൈകുന്നേരം വരെ ഈ നയരേഖയിൽ ചർച്ചയ്ക്കായാണ് മാറ്റിവച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക മറുപടിയും മുഖ്യമന്ത്രി തന്നെ പറയും. നയരേഖയുമായി ബന്ധപ്പെട്ട് പ്രതി ഉന്നയിക്കുന്ന സംശയങ്ങൾ, വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയുകയും ചെയ്യും. അത്തരത്തിൽ സമ്മേളനത്തിന്റെ ഏതാണ്ട് 21 ദിവസം പൂർണ്ണമായും നയരേഖ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി മാറ്റിവെക്കുന്നു. അതുതന്നെ CPM-ന്റെ സംഘടനാ ചരിത്രത്തിൽ അപൂർവമാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത് സംഘടനയെ ബലപ്പെടുത്തേണ്ട കാര്യമാണ്, സർക്കാരിനെ ബലപ്പെടുത്തേണ്ട കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഒരു നയരേഖ അവതരിപ്പിക്കുന്നു. അതും വളരെ പഠിച്ച് സമയമെടുത്ത് പഠിച്ച് തയ്യാറാക്കിയ രേഖയാണ്. അതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്ത് ഉദ്യോഗസ്ഥരെ കൂടി, പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, ആസൂത്രണ രംഗത്തെ വിദഗ്ധർ എന്നിവരെല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് അത്തരമൊരു നയരേഖയിലേക്ക് CPM പോയത്. അത്തരമൊരു രേഖ അവതരിപ്പിക്കാൻ ഇത്രയധികം സമയം, രേഖ അവതരിപ്പിക്കാനും അതിന്റെ ചർച്ചയ്ക്കുമായി ഇത്രയധികം സമയം മാറ്റിവെക്കുന്നത് തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. CPM മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഏത് രീതിയിലാണ് പൊതുസമൂഹം ഉൾക്കൊള്ളുന്നത്? ഈ നയരേഖ ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ടും പാസ്സാക്കിയതുകൊണ്ടും മാത്രം നടപ്പാകുന്നില്ല. ഇത് നയപരമായ വലിയ തീരുമാനം മുന്നണി എടുക്കേണ്ട കാര്യമാണ്, സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാറ്റത്തിന് CPM തയ്യാറെടുക്കുന്നു. ഏത് രീതിയിൽ വിജയിക്കും, ഏത് രീതിയിൽ പ്രാവർത്തികമാക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. വിവരനാണ് വിവരങ്ങൾ നൽകിയത്. ലോൺ വാങ്ങുമ്പോൾ കാണാച്ചരട് പാടില്ല എന്നതായിരുന്നു ഇടത് നയമെന്നും എന്നാൽ പറഞ്ഞതെല്ലാം CPM ഇപ്പോൾ തിരുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADB-കാരന്റെ തലയിൽ കരിയോയിൽ ഒഴിച്ചതാണ് CPM. ഇതെല്ലാം എറണാകുളത്ത് അവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. വൃക്ഷത്തൈ നട്ടതിലെ ക്രമക്കേടിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഫോറസ്റ്റ് വിജിലൻസ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. അതേസമയം കരാറുകാർക്കൊപ്പം ഉദ്യോഗസ്ഥരുടെ പങ്കും വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി അടിയന്തരമായി ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗം മേധാവിയോട് വനമന്ത്രി ആവശ്യപ്പെട്ടു. ഹൈവേ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മുറിക്കുന്ന 2354 മരങ്ങൾക്ക് പകരം വച്ചുപിടിപ്പിച്ച 26,000 വൃക്ഷത്തൈകളിൽ 70% ഉണങ്ങി നശിച്ചിരിക്കുന്നു. തൈ പരിപാലനത്തിനും ചാണകം വാങ്ങിയതിനുമെല്ലാം ലക്ഷങ്ങളുടെ ക്രമക്കേടും കണ്ടെത്തിയതാണ്. ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കും വ്യക്തമായിരുന്നു. ഫോറസ്റ്റ് വിജിലൻസ് മേധാവി ഗംഗാ സിംഗ് വനമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ അഴിമതി സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ തൈകൾ നട്ടുപരിപാലിക്കുന്നതിൽ ഗുരുതരമായ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്നതാണ് റിപ്പോർട്ടെങ്കിലും ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എവിടെയും പറയുന്നില്ല. സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ തുക കരാറുകാരനിൽ നിന്ന് ഈടാക്കണമെന്ന് റിപ്പോർട്ട് പറയുന്നു. കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിനെ അധികരിച്ചാണ് വിജിലൻസ് മേധാവി വനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. വൃക്ഷത്തൈ നടൽ അഴിമതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഉടൻ ഗംഗാ സിംഗിനോട് വനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രമക്കേട് കരാറുകാരന്റെ തലയിൽ കെട്ടിവെച്ച് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് ഗംഗാ സിംഗിന്റെ റിപ്പോർട്ടെന്നാണ് ആരോപണം. വൃക്ഷത്തൈ ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥരെ തൊടാതെയുള്ള റിപ്പോർട്ടാണിത്. നഷ്ടം കരാറുകാരിൽ നിന്ന് ഈടാക്കി പ്രശ്നം ഒതുക്കാനാണ് ഇപ്പോൾ അണിയറ നീക്കം നടക്കുന്നത്. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം കാവന്നൂരിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് പോലീസ്. അമ്മയുടെ മുൻപിൽ വെച്ച് പീഡിപ്പിച്ചതായി അറിവില്ല. പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അരയ്ക്ക് താഴെ തളർന്ന അമ്മയ്ക്കൊപ്പം അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന 33-കാരി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ കർശന നടപടികളായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് പറയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി പീഡനത്തിനിരയായി എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി പ്രതി TV ഷിഹാബിനെ അറസ്റ്റ് ചെയ്തത്. തൂവൂരിലെ പ്രതീക്ഷാലയത്തിലെത്തി അന്വേഷണ സംഘം ഇരയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അമ്മയുടെ മുൻപിൽ വെച്ചാണ് പീഡനം നടന്നതെന്ന കാര്യം പറഞ്ഞില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അരീക്കോട് CI പറഞ്ഞു. ഈ നടന്ന സമയം അമ്മയോ വീട്ടിലുണ്ടായിരുന്നു എന്നല്ലാതെ അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പീഡനം നടന്നതായി ഒരു വിവരവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കിട്ടരുതെന്നാണ്, ജാമ്യം കൊടുക്കരുതെന്നാണ് ഞങ്ങൾ കോടതിയോട് അപേക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും അപേക്ഷിക്കുക. ഞങ്ങളോട് ഇപ്പോൾ രണ്ടാമത്തെ ഈ സംഭവത്തിന് ശേഷം മാത്രമാണ് ആദ്യത്തെ കാര്യത്തെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവരോ വേറെ ആരും പറഞ്ഞ് അങ്ങനെ ആദ്യം നടന്നൊരു സംഭവം നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നതായി വിവരം കിട്ടി, അതനുസരിച്ച് മൊഴിയെടുക്കാൻ ആളെ വിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. യുവതിയെയും അമ്മയെയും സന്ദർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പോലീസിനെയും സർക്കാരിനെയും നിശിതമായി വിമർശിച്ചു. അങ്ങേയറ്റം അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഈ കുടുംബത്തെ സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി അങ്ങ് താഴെ ഇറങ്ങി വന്നൊന്ന് കാണണം ആ പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിയുടെ അമ്മയുടെയും ഇപ്പോഴത്തെ അവസ്ഥ. മാനസിക നില തെറ്റിയ ഒരമ്മയെയും മകളെയും, ആ മകളെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അടിയന്തരമായി മുഖ്യമന്ത്രി കുടുംബത്തെ സന്ദർശിക്കണമെന്നും സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാൻ BJP തയ്യാറാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ആലുവ മണപ്പുറത്ത് തുടരുന്നു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ചടങ്ങുകൾ. വലിയ തിരക്കാണ് ആലുവയിൽ അനുഭവപ്പെടുന്നത്. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വിശദാംശങ്ങൾ. ഗോപി, ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും തിരക്ക് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും തിരക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എത്തിയ ജനങ്ങൾ ഇവിടെ തന്നെ തുടരുകയും ഉറക്കം വിളിച്ചുകൊണ്ട് പിറ്റേന്ന് കുംഭമാസത്തിലെ അമാവാസി നാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് പുലർച്ചെ മുതൽ തന്നെ പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആലുവ മണപ്പുറത്ത് ആരംഭിച്ചത്. 148ഓളം ബലിത്തറകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ എല്ലായിടത്തും തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല, കോവിഡ് മറ്റു സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട്. എന്നാൽ ഇക്കുറി അതിന് പൂർണ്ണമായ രീതിയിൽ തന്നെ ഏതാണ്ട് ഇളവ് നൽകിയിരിക്കുന്നു. എങ്കിലും കോവിഡ് മാനദണ്ഡങ്ങളും ഹരിത പ്രോട്ടോക്കോളും പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. 6 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1000ഓളം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ക്രമീകരണങ്ങളും മറ്റും സുരക്ഷാ കാര്യങ്ങളും മറ്റും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ പടവുകളിലേക്ക് ഇറങ്ങി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുമ്പോൾ അവരെ ഒരു
സുരക്ഷ എന്ന രീതിയിൽ സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ പ്രത്യേക സർവീസും ഇവിടേക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവർ സർവീസുകൾ ഇവിടേക്ക് ആലുവ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ തിരക്ക് ഇപ്പോഴും തന്നെ തുടരുകയാണ്. വലിയ രീതിയിലേക്ക് ജനങ്ങൾ ഇപ്പോഴും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ഇതിൽ അനുവദിച്ചിട്ടുള്ള ക്രമീകരിച്ചിട്ടുള്ള ഒരു സമയക്രമം എന്ന് പറയുന്നത്. ഗോപി. ശരി ഡാനി. തിരുവനന്തപുരം പാലോട് ഭാര്യ ഭർത്താവിനെ തലയ്ക്കടിച്ച് കൊന്നു. പാലോക്കോട് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷിജുവാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കല്ലുകൊണ്ടാണ് തലയ്ക്കടിച്ചത്. ഷിജുവിന്റെ ഭാര്യയെ സൗമ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൗമ്യയെ കൊണ്ടുപോയി സൗമ്യ സ്റ്റേഷനിലും വളരെ അബ്നോർമൽ രീതിയിൽ പെരുമാറുകയാണ്. ഇത് മരണകാരണത്തിനെ കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. എന്താണ് ഈ ഭർത്താവിനെ തലക്കടിച്ച് ഇത്രയും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി തുടർന്നുള്ള അന്വേഷണത്തിലും മറ്റും അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭാര്യ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ തക്കവണ്ണ മാനസികാവസ്ഥയല്ല. എങ്കിലും പോലീസ് അന്വേഷണം കാര്യമായിട്ട് നടത്തുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരാം.